എന്റെ പേര് ഷെഫീഖ് എന്നാണ്. സ്ഥലം കോഴിക്കോട് പാലായി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഏകദേശം ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 5 വർഷത്തോട് അടുക്കുന്നു. ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ കറക്റ്റ് 5 വർഷത്തിലേക്ക് എത്തി. ഈ ബിസിനസ്സിലേക്ക് എത്തിയിട്ട് ഇന്ന് RTC എന്ന് പറഞ്ഞ റാങ്കിൽ നിന്നും നാഷണൽ ടീം കോർഡിനേറ്റർ എന്നുള്ള ലെവലിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു ബിസിനസിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടൊന്നല്ല ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. ജീവിതത്തിൽ അവസാനത്തെ ബസ്സായിട്ട് തന്നെ കയറി നിന്നാണ്. എല്ലായിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ ട്രെയിനിങ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് അവസാനത്തെ ബസ് എന്നുള്ളത്. എന്റെ ജീവിതത്തിലും അതേപോലെ തന്നെ വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരു ബിസിനസ്. നിങ്ങളെ പോലെ തന്നെ ഈ ഒരു ബിസിനസിന്റെ അവസരം കിട്ടുന്ന സമയത്ത് ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ പണത്തിന് പക്ഷേ ആവശ്യമുണ്ട്. കാരണം പണം ആവശ്യമില്ലാത്തൊരു സമയമല്ല. അത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു യാത്രയിലാണ് എനിക്ക് ഒരു ബിസിനസ് കിട്ടുന്നതൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെ പണമില്ലെങ്കിലും നമ്മൾ എന്താ പറയാ, ഒരു കടത്തെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴൊക്കെ ആലോചിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മളെ മൈൻഡിലേക്ക് ഓടിയെത്തുന്ന ഒരു സംഗതി ഉണ്ട്. എവിടുന്നും കടം വാങ്ങാം, ഇനി ആരോടൊക്കെ ചെയ്യാം എന്നുള്ളത് അല്ലെ. കടത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നമ്മളൊരു ന്യൂറൽ പാതകളുടെ ഒരു എക്സ്റ്റൻഷൻ ഓഫ് എന്താ പറയാ അതിന്റെ ഒരു പ്രശ്നമാണെന്ന് പറയും. അങ്ങനത്തെ പ്രശ്നത്തിൽ നമുക്ക് ആദ്യം ഇനി എവിടുന്നും കടം വാങ്ങാം, ഇനി എങ്ങനെ കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും ഒക്കെ. പക്ഷെ ബോധപൂർവം അതിനെ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു വരുമാനത്തിലേക്ക് മാറ്റണം എന്നുള്ള ചിന്തയൊന്നും എനിക്കൊന്നും അന്നില്ല. കാരണം ഇനി ഏത് ലോൺ എടുക്കാം, ഏത് ബാങ്കിൽ നിന്ന് കിട്ടും, ആരോട് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ബിസിനസിന്റെ കയ്യിൽ കിട്ടുന്നത്. എന്നാലും നമ്മളൊക്കെ ഭയങ്കര സ്വാർത്ഥരാണ്, അല്ലെങ്കിൽ ഈഗോ നിറഞ്ഞ ആളുകളാണ്. അപ്പൊ ആ ഈഗോ എന്നിലുണ്ടായിരുന്നു. ഈ സൂപ്പർ ബെസ്റ്റ് നടന്നിട്ടുണ്ട്. എനിക്കിപ്പോ പൈസ കിട്ടേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ആളെ ചേർത്തുന്ന പരിപാടിയാണെന്ന് നിങ്ങളൊക്കെ ചിന്തിച്ച പോലെ തന്നെ ആരും ചിന്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് തന്നെ 3 മാസം ഞാൻ വെറുതെ കളഞ്ഞിട്ടുമുണ്ട്. 3 മാസത്തോളം ഞാൻ ഈ ബിസിനസ് ചെയ്യാതെ, അപ്ലൈയും വിളിച്ചാൽ ഫോൺ എടുക്കാതെ, ഒരു കാര്യത്തിനും ഞാൻ പോകാതെ എന്റെ ഫോണാണ്. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഓൾറെഡി ഒരുപാട് കോളുകൾ വരുമ്പോൾ എടുക്കാതിരിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റസുകൾ ബ്ലോക്ക് ആക്കി വെക്കേണ്ട അവസ്ഥ എനിക്കുണ്ട്. ഓൾമോസ്റ്റ് ഇന്നും എന്റെ ഫോണിൽ സ്റ്റാറ്റസ് വെച്ചാൽ എന്റെ കോണ്ടാക്ട്സ് ഏകദേശം ഫോണിൽ 4600 കോണ്ടാക്ട്സ് എനിക്കുണ്ട്. ഈ 4600 കോണ്ടാക്ട്സിൽ എനിക്ക് ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു 145ഓളം ആളുകളെ ഞാൻ എന്റെ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്ത് വെച്ചാണ്, എന്റെ ഫേസ്ബുക്കിൽ ഹൈഡ് ചെയ്ത് വെച്ചാണ്, എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഹൈഡ് വെച്ചാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ബിസിനസ് എനിക്ക് കിട്ടുന്നത്. അതായത് ഞാൻ പറഞ്ഞത്, ഈ ബിസിനസ് ചെയ്യാൻ ഒരു കാരണവശാലും ഒരു യോഗ്യതയും എനിക്കില്ല. ആ സമയത്താണ് എനിക്ക് ഈ ബിസിനസ് അവസരം. ഞാൻ പുതുതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് അവസാനിക്കുന്നതിന്റെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ എന്റെ ചിത്രം വ്യക്തമാക്കി തരും. അപ്പോ ആ രീതിക്ക് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയ സമയത്ത് എനിക്ക് ഒരു കാരണവശാലും ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഒഴിവാക്കി വിട്ടു. 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ അതിലേക്ക് വരാൻ കാരണം എന്റെ അന്നത്തെ ബാധ്യതകളുടെ മേലെ ബാധ്യത എന്ന് പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രളയം വന്ന സമയത്ത് എന്റെ നിലവിലുള്ള ബിസിനസ് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നു. ആ സമയത്ത് വീണ്ടും ഒരു പാസീവ് ഇൻകം എന്താണ് എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരു 3-3.5 മാസം മുന്നേ പ്ലാൻ തന്ന പ്രജീഷ് കാവിൽ സാറിന് ഒരു ഓർമ്മ വന്നു. ആ ഓർമ്മ വന്ന സമയത്ത് ഞാൻ വീണ്ടും ആളെ വിളിച്ചു, ഇതിന്റെ പ്ലാൻ ഒന്നും പാടെ വരപ്പിച്ചു. അങ്ങനെ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇതിന്റെ പ്ലാൻ വരച്ച സമയത്ത് ഞാൻ നോക്കി എങ്ങനെയാണ് ഇതിന് വരുമാനം കിട്ടുന്നത്, ഏത് ലെവലിലാണ് ഇതിന്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ചോദിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ഏകദേശമൊക്കെ കാര്യങ്ങൾ. കാരണം മനസ്സിലാകാൻ നടക്കണേ, നന്നായിട്ട് വിശന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാടൻ ചോറ് കൊണ്ടു തന്നാലും കഞ്ഞിവെള്ളം കൊണ്ടു തന്നാലും, നിങ്ങൾ കഞ്ഞിവെള്ളം കൊണ്ടു തന്നാൽ ബിരിയാണി ഉണ്ടോ എന്ന് ചോദിക്കൂല അല്ലെ. സാധാ ചോറ് കൊണ്ടു തന്നാലും ബിരിയാണി ഉണ്ടോ എന്ന് ചോദിക്കൂല. മന്തി കൊണ്ടു തന്നാലും ബിരിയാണി ഉണ്ടോ എന്ന് ചോദിക്കൂല. അല്ലെങ്കിൽ മന്തി കൊണ്ട് തന്നിക്കാണല്ലോ, ബിരിയാണി കൊണ്ട് തന്നിക്കാണല്ലോ, അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂല. ഉള്ളത് കിട്ടിയത് കൊണ്ട് തിന്ന് വിശപ്പടക്കിയിട്ട് അൽഹംദുലില്ലാ അല്ലെങ്കിൽ അടിപൊളിയായിട്ടോ ഉഷാറായി നന്ദി എന്ന് പറഞ്ഞ് എണീക്കുള്ളൂ. അത്രയും വിശപ്പുള്ള സമയത്ത്, അത്രയും കടമുള്ള സമയത്ത് ഞാനും ചോദിച്ചില്ല ഇതിന് ആയുഷ്മാർക്ക് ഉണ്ടോ, ISI മുദ്രണ്ടോ, ഇത് ചെയ്താൽ പോലീസ് പിടിക്കോ, താളെ ചേർത്തലാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, എന്റെ വയറ് നിറഞ്ഞ് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ അന്ന് പ്ലാൻ പറഞ്ഞ അന്ന് നമ്മുടെ പ്രജീഷ് കാവിൽ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു കാര്യം ചെയ്യാം, ഇനി എന്നെ അങ്ങനെ വല്ലാതെ നോക്കണ്ട, എന്നെ വിളിക്കണം എന്നൊന്നുമില്ല, എന്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ നിങ്ങളെ വിളിച്ചോളാം, ഞാനതങ്ങ് ചെയ്തോളും എന്നാണ്. സ്റ്റാർട്ടിങ്ങിലെ ചോരത്തളപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ എന്നോട് പ്രജീഷ് സാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിളിക്കൂ, നിങ്ങൾക്ക് വിളിക്കേണ്ടി വരും, ഇത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച മാതിരി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു,
ഒരു ലോഡിന് 35,000, 36,000, 30,000, 40,000 എംസാനും പീസാനും പുഷ്പം പോലെ കച്ചവടം ചെയ്താണ് ഞാൻ. ഒരു അറിവും ഉണ്ടായിട്ട് ചെയ്തൊന്നല്ല, അതെന്റെ സാമർഥ്യം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. എന്നിട്ടാണോ 194 പേസ്റ്റ് വെക്കാൻ എനിക്ക് ഇത്ര പണി, അത് ഞാൻ ചെയ്തോളാം എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ ഞാൻ ഇറങ്ങി. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ അവർ പറഞ്ഞു തന്നെയാണ് കറക്റ്റ്. എന്റെ എക്സ്പീരിയൻസ് ഒന്നും ഇവിടുത്തെ 194 പേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. എന്നാലും ഞാൻ കയ്യും കാലും ഇട്ട് അടിച്ചു നോക്കി, പറ്റിയില്ല. കുറെയൊക്കെ നോക്കി മുന്നോട്ട് പോയി. ഏകദേശം 2 ആഴ്ച ചെയ്തപ്പോ എന്റെ അക്കൗണ്ടിൽ 450 രൂപ വരുമാനം വന്ന് ഞാൻ പെണ്ണോട് പറഞ്ഞ വിസിയെ 450 രൂപ വരുമാനം കിട്ടി. പെണ്ണുങ്ങൾ പറഞ്ഞ് ഒരൊറ്റ ആഴ്ചപാടെ ഞാൻ നോക്കൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും, കാരണം എനിക്ക് നടക്കൂല, നിങ്ങളെപ്പരം ഏകദേശമൊക്കെ എനിക്ക് തീരുമാനമായിട്ടുണ്ട്. ഇതുവരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും ഇതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടിയിട്ട് കല്യാണം കഴിച്ച ഞാൻ, എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടിയിട്ട് കല്യാണം കഴിച്ച ആ സമയത്ത്. കാരണം ഒരു 44 പവൻ സ്വർണം എനിക്ക് എന്റെ അമ്മോശൻ തന്നിട്ടുണ്ട്. എന്റെ വൈഫിന് കൊടുത്താണ്, എനിക്ക് തന്നാൽ എന്റെ വൈഫിന് കൊടുത്താണ്. അപ്പൊ മാർക്കറ്റിംഗ് ഞാൻ പണ്ടേ എക്സ്പെർട്ടാണ്. കാരണം ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ മാർക്കറ്റിംഗ് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഒരു 3 മാസം കൊണ്ട് തന്നെ ഈ 44 പവന് ഞാൻ മാർക്കറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. പല രീതിക്കും ഞാൻ തീർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തരി പൊന്നില്ലാതെ നിൽക്കുമ്പോ ആ ഓൾക്കറിയാം ഞാൻ ഇനിയും ചെയ്തിട്ടാണെങ്കിൽ ഓക്കൊന്നുമില്ല. അവസാനോട് പറഞ്ഞ കാതിലുള്ള ഈ ഒരു സംഗതി പാടല്ലാതെ നിന്റെ അടുത്ത് നിങ്ങൾക്ക് ഒന്നും തരാനില്ലാതെ ഞാൻ പറഞ്ഞത്. അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതുമ്പാടാണ് എനിക്ക് ഇനി വേണ്ടത്. അതുമ്പാടെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളുടെ ഫുൾ ഫിനിഷായി. വിജയത്തിന്റെ തലേന്ന് നിർത്തി പോണ മാതിരി 44 പാലിൽ നമ്മൾ നിർത്തരുത്. ഈ അവസാനത്തെ അരപ്പാലിലുപാട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവളെ മാക്സിമം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് 2 മാസത്തിനുള്ളിലായിട്ട് എന്റെ വരുമാനം ആഴ്ചക്ക് 2000-ലേക്ക് എത്തി. അവിടുന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ കേൾക്കട്ടെ എന്താ വെച്ചാല്, ഇന്ന് വന്ന് നാളെ മുളയ്ക്കണം എന്നുള്ള വാശിയിൽ നിങ്ങൾ നിൽക്കരുത്. ഇന്ന് വന്ന് നാളെ ബുള്ളറ്റ് വാങ്ങണം, നാളെ കാർ വാങ്ങണം, ഐഫോൺ വാങ്ങണം, ലാപ്ടോപ്പ് വാങ്ങണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യണം. എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഒരുപാടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഏത് തന്നെ ആയാലും ആ ഒരു 2-3 മാസം കൊണ്ട് ഞാൻ ഏകദേശം 2000, 4000, 6000 ഒക്കെ ആയിട്ട് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് ഒരു 3 മാസം കൊണ്ട് ഞാൻ ഓടിയെത്തി. എന്റെ വിശപ്പോണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ വിശപ്പ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, പണത്തോടുള്ള വിശപ്പായിരുന്നു. പണത്തോടുള്ള വിശപ്പ് പറഞ്ഞാൽ ആർത്തി മൂത്ത വിശപ്പല്ല. ഈ ഒരു 1000 കിട്ടിയിട്ട് വേണം 10 ആളുകളെ എനിക്ക് ഉറക്കാൻ. എല്ലാ ആളുകളോടും നമ്മൾ കൊച്ചിൻ ഇനി ഒരു പടത്തിൽ പറയുന്നുണ്ട് ചൊവ്വാഴ്ച വരാന്നുള്ളത്. കാരണം എന്ന് വരുന്ന ചൊവ്വാഴ്ച, ഏത് ചൊവ്വാഴ്ച? എല്ലാ മാസവും ചൊവ്വാഴ്ച അല്ലല്ലോ, എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ പറഞ്ഞ പോലെ ഞാൻ കടം കൊടുക്കാനുള്ള ആളുകളോടൊക്കെ പറഞ്ഞു ബുധനാഴ്ച കാണാറ് പലിശക്കാരന്റെ മാതിരി ബുധനാഴ്ച എന്ന് പറഞ്ഞ് ഇന്നും ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അടുത്ത ബുധനാഴ്ച തരട്ടോ. കാരണം ഓരോ ബുധനാഴ്ചകൾ നമുക്ക് കണ്ടുവെക്കാം. ഈ രീതിയിൽ ബിസിനസ്സിനെ റൺ ചെയ്ത് 6 മാസം കൊണ്ട് കൂടി ഏരിയ ടീം കോർഡിനേറ്ററായി, 8 മാസം കൊണ്ട് DTC ആയി, 11 മാസം കൊണ്ട് ZTC ആയി, 19 മാസം കൊണ്ട് STC ആയി. ഈ രീതിയിൽ ഓടിയത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഞാൻ ഈ ബിസിനസിന്റെ എന്താ പറയാ, ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കില്ല. ഞാൻ 2 കാര്യങ്ങളെ നോക്കിയുള്ളൂ. ലെഫ്റ്റും റൈറ്റും മാച്ച് ആയാൽ എനിക്ക് കമ്പനി എന്തരും, ഇൻകം തരും, വിറ്റാ ലാഭം കിട്ടും. ഇത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ലെഫ്റ്റും റൈറ്റും മാച്ച് ആയാൽ 1-ൽ 10,000, 2-ൽ 10,000 ബിസിനസ് വോളിയം വന്നാൽ കമ്പനി 1,200 രൂപ തരും. അത് 5,000 വന്നാൽ 600 തരും. 1 ലക്ഷം വന്നാൽ 12,000 തരും. 2 ലക്ഷം വന്നാൽ 24,000 വരും. ഇത് ഞാൻ നോക്കി. ഇതിന് ആളുകൾ വേണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആളുകളെ കണ്ണി ചേർക്കലല്ല വേണ്ടത്. സെയിൽസിനെ കൂട്ടാൻ, എന്റെ സെയിൽസും അവരുടെ ഇൻകവും കൂട്ടാൻ ഒരുപാട് ആളുകളിലേക്ക് ഞാൻ ഈ ബിസിനസ്സിൽ എത്തിക്കണം എന്ന് മാത്രം മനസ്സിലാക്കി ഇറങ്ങി. അങ്ങനെ ഇറങ്ങി ഓടി ഒരുപാട് ആളുകളോട് പറഞ്ഞു. നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 10 ആളെ കണ്ടപ്പം വളരെ മനോഹരമായിട്ട് തന്നെ അവർ എന്നോട് നോ പറഞ്ഞു. അടുത്ത 10 ആളെ കണ്ടപ്പോൾ നോ പറഞ്ഞു. 3-ാമത്തെ 10-ാമത്തെ ആളെ കണ്ടപ്പോൾ നോ മാത്രമല്ല പറഞ്ഞത്, പലതും പറഞ്ഞു. അങ്ങനെ ഈ രീതിയിലൊക്കെ എന്നെ വളരെയധികം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള എന്റെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഷെഫീഖിന് വിജയിച്ചേ പറ്റൂ എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. ആ വാശിയാലെ പിടുത്തം കൊടുക്കാതെ കടന്നോടി. അങ്ങനെ ഇപ്പതാ 5 വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഇന്ന് ഏകദേശം ഒരു 10-45 ലക്ഷം ബിസിനസ് വോളിയം പാടെ വന്നിട്ടാണെങ്കിൽ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താനായി. ഒരു ഐഡി. 2-ാമത്തെ ഐഡി ഏകദേശം ഒരു 28 ലക്ഷം 27 ലക്ഷം ബിസിനസ് വോളിയം വന്നിട്ടാണെങ്കിൽ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താനായി.
ഈ രീതിയിൽ ഈ ബിസിനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിച്ചത് എന്റെ പ്രശ്നങ്ങളാണ്, എന്റെ ബാധ്യതകളാണ്, എന്റെ കടബാധ്യതകളാണ്, എന്റെ ഡ്രീമാണ്. ഈ ബിസിനസ്സിൽ കടന്നു വന്നിട്ട് ഒരു കാരണവശാലും ഞാൻ അപ്ലൈനെ കുറ്റം പറഞ്ഞിട്ടില്ല, അപ്ലൈനെ ഞാൻ നോക്കിയിരുന്നിട്ടില്ല. ഞാൻ കൂടെ വന്ന ആളുകളെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഇൻകം കിട്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രം ഓടിയതാണ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ഈ ബിസിനസ്സിൽ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഈ ബിസിനസ് അത്ഭുതപ്പെടുത്തും. ഒരു ഡൗട്ടും ഇല്ല, ഈ ബിസിനസ് അത്ഭുതപ്പെടുത്തും. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കളിയാക്കിയ ആളുകൾ, കുറ്റം പറഞ്ഞ ആളുകൾ, അവരോടൊന്നും ഒരു കാരണവശാലും നിങ്ങൾ തർക്കിക്കരുത്. ഒരു കാരണവശാലും തർക്കിക്കരുത്. കാരണം തർക്കം നല്ലതല്ല. അവരോട് തർക്കിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വേഗതയാണ് പറഞ്ഞു പോകുന്നത്. വയലിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും നോക്കി സംസാരിച്ച് വണ്ടി നിർത്തി സംസാരിച്ച് കൈ കൊടുത്ത് പോയി 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 പറഞ്ഞാൽ ഒരു 10 മണിന്റെ മീറ്റിങ്ങിന് 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 10 മണിക്ക് നമ്മൾ ഹാളിലെത്തൂല. 11 മണിക്കോ 11:30 മണിക്കോ നമ്മൾ ആ ഹാളിലേക്ക് എത്തൂ. നിങ്ങൾ 1.5 മണിക്കൂറാണ് ലേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ കളിയാക്കുന്ന ആളുകളെ, കുറ്റപ്പെടുത്തുന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്, നിൽക്കരുത്. അവരിൽ നിന്നൊക്കെ വിട്ട് യാത്ര ചെയ്ത് നിങ്ങൾ അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കുക, അച്ചീവ്മെന്റ് ഒരു ലഹരിയാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചിട്ട് അവർ എന്റെ അനുഭവങ്ങളാണ്. ഞാൻ നിങ്ങളൊരു കാരണം മനസ്സിലാക്കുക. ഞാൻ പാലായി എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് പറഞ്ഞു. കോഴിക്കോട് പാലായി അറിയാത്ത ആളുകളൊന്നുമില്ല. ഹൈലൈറ്റ് മാളിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പാലായി. പാലായിലാണ് ഹൈലൈറ്റ് മാൾ. ഈ ഏരിയയിൽ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് ഒരുപാടുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ളതാണ്. ഞാൻ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. റിലേഷൻഷിപ്പ് മെയിൻ ഷിപ്പ് എന്ന് പറയുന്ന ആളാണ്, അല്ലെ? റിലേഷൻഷിപ്പാണ് ഈ ബിസിനസ്സിന് വേണ്ടത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഷിപ്പിൽ ഏറിയിട്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് സുഹൃത്തു വലയങ്ങൾ എനിക്കുണ്ട്. പക്ഷെ എന്റെ നാട്ടിലുള്ള, എന്റെ കൂടെ പഠിച്ച, കൂടെയുള്ള, എന്റെ ക്ലബിലുള്ള 10-36ഓളം വരുന്ന സ്നേഹിതന്മാരിൽ ഒരാള് പോലും ഇന്ന് എന്റെ ഈ ബിസിനസ്സിലില്ല. ഇന്ന് എന്റെ ഈ ബിസിനസ്സിൽ കേവലം ഒരു റൂബിയോ അല്ലെ സ്റ്റാറോ ബ്രോൺസോ സിൽവറോ റാങ്കിലുള്ള ഒരാള് പോലും എന്റെ നാട്ടിൽ എനിക്കില്ല, എന്റെ കൂട്ടുകാരിൽ എനിക്കില്ല. എന്നിട്ട് ഞാൻ RTC കഴിഞ്ഞ് NTC ആവാനായില്ലേ? എന്തുകൊണ്ട്? ഞാൻ അവരെ നോക്കി നിന്നോ? നിങ്ങൾ പല ആളുകളും അവള് വന്നാ പൊളിക്കുകയും ഇവൻ വന്നാ തകർക്കുകയും ഒന്നും ചെയ്യാൻ കഴിയില്ല. തകർക്കൂല, പൊളിക്കൂല. നിങ്ങൾ തകർന്നു പൊളിച്ചിട്ട് പോലും വന്നാല് ദൈവം എന്ന് പറയുന്ന ആൾ അവരെ നിങ്ങളിലേക്ക് തരാത്തത് തന്നെ നിങ്ങളെ തകർക്കാതിരിക്കാനാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. 36 ആള് വരാനേ നന്നായി. 36 ആള് വന്നാൽ ഞാൻ ഇന്നും TC ആയിട്ട് കുത്തിരിക്കേണ്ടി, ഇന്നും ആ പലകമ്മലോ ഇന്നും ആ ക്ലബിലോ ലുഡോ കളിച്ച് കുത്തിരിക്കേണ്ടി വേണ്ടേ? അപ്പൊ എന്റെ ഒപ്പം വന്ന എന്റെ കൂടുതലുള്ള 4-5 കമ്പനിക്കാരുണ്ടെങ്കിൽ എന്നെ പോലെ ഹൈജീനിക് ആയിട്ടോ അല്ലെ ലെവലിൽ ചിന്തിക്കാത്ത ആളുകളാണെങ്കിൽ 4 മീറ്റിങ്ങിന് വന്നാൽ നാട്ടിൽ വന്ന് കളിയാക്കിയെങ്കിലോ, എന്റെ മോനെ ഷെഫീഖിന്റെ ഒപ്പം പോയി ഫോട്ടോ സൂട്ടിട്ട് കുറെ ആള് കൈയടിക്കണ്, എന്താ മോനെ പരിപാടി എന്നൊക്കെ പറഞ്ഞ വെറുതെ കളിയാക്കി ഇരുത്തിയാലോ? അപ്പൊ എന്റെ പടച്ചോൻ, എന്റെ ദൈവം എന്നിലേക്ക് ആ ആളുകൾ ആ സമയം തരാത്തത് എന്തുകൊണ്ടാ? എന്നെ കളിയാക്കാതിരിക്കാനല്ലേ? എന്നാൽ അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകളായിട്ട് മാറിയ സമയത്ത് എന്റെ വാശി കൂടിയില്ലേ? ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണോ? വീട് എണീച്ചിക്കാണെങ്കിൽ കുഴപ്പമില്ല, സന്തോഷം എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? വീണിട്ടല്ലോ, തല പൊട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ വീണിട്ടല്ലോ, കൈ പൊട്ടിയിട്ടില്ലല്ലോ, ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണോ? ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയ ആർക്കറിയാം? മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവരാ. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിച്ച് നിൽക്കാൻ നേരല്ല. അതുകൊണ്ടാണ് ഞാൻ RTC ആയത്. എന്റെ വിദ്യാഭ്യാസം കൊണ്ട് RTC ആയതല്ല, എന്റെ എഡ്യൂക്കേഷനെ കൊണ്ട് ഞാൻ ഇവിടെ RTC ആയതല്ല. ഞാൻ എല്ലായിടത്തും പറയാം, I am not educated people. ഞാൻ എഡ്യൂക്കേഷൻ ഉള്ള ആളല്ല. ഞാൻ ഓൺലി 10ാം ക്ലാസ്. എങ്ങനെയാ പറയാറ്? 10ാം ക്ലാസ്. ഇവിടെ ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പാലാ സ്കൂൾ 10ാം ക്ലാസ് വരെ പോയത് SSLC ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ. SSLC ബുക്ക് കിട്ടിക്കുകയാണെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകാൻ പറ്റും. 2001 കാലഘട്ടത്തിൽ സ്കൂൾ കഴിഞ്ഞ സമയത്ത് 12 കൊല്ലം കൊണ്ട് 10ാം ക്ലാസ് ഞാൻ പൂർത്തിയാക്കിയത്. 12 കൊല്ലം കൊണ്ട് 10ാം ക്ലാസ് ഞാൻ പൂർത്തിയാക്കി. ഞാൻ SSLC ബുക്ക് വാങ്ങി. ഞാൻ വിചാരിച്ച രീതിയിലൊക്കെ വിദേശത്തേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ഇവിടെ എന്താണ് 100-ൽ 100ആണ് എനിക്ക്. ഞാൻ എന്നിലേക്കാണ് നോക്കുന്നത്. എനിക്ക് 100-ൽ 100ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ പേര് ടൈപ്പ് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതിലുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് ആരോടാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റും? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും? ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേര് പറയും. ആരായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയുടെ പേര്? അമ്മയാണോ? അച്ഛനാണോ? വിനയ് സുരേന്ദ്രൻ ചളഞ്ഞു. കറക്റ്റാണ്. എന്നോട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ എന്നോടാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ആളുകളുള്ളൂ. നമ്മൾ പറയണം എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്, എന്റെ ഭാര്യനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വെറുതെയാണ്. നല്ലൊരു ഭൂമിയിൽ കയറ്റം വന്നിട്ട് കൈ പിടിച്ച് ആദ്യം നമ്മൾ കൈയിട്ട് നമ്മൾ പോകും. അപ്പൊ ഭാര്യ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മക്ക് നമ്മളോടാണ് ഇഷ്ടം, എനിക്ക് എന്നോടാണ് ഇഷ്ടം. അപ്പൊ ഞാൻ എന്നോട് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. അങ്ങനെ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച്, ഞാൻ എന്നെ തന്നെ സ്ഫുടം ചെയ്ത് ഓടി 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 ഇന്ന് മൈ ലൈഫിൽ 100-ൽ 100ആയി. ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ 2-10 അല്ലെ, 210 നമ്മളെ മാർക്ക്, നമ്മളെ സീലിംഗ് ലിമിറ്റ് എത്രയാ? 210, 2,10,000. അതാണ് നമുക്ക് ആഴ്ചയിലുള്ള വരുമാനം. ഞാൻ SSLC പഠിക്കുന്ന സമയത്ത് വിജയിക്കാൻ വേണ്ട മാർക്ക് 2-10. 210 മാർക്ക് കിട്ടുകയാണെങ്കിൽ SSLC പാസ്സാവാം. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അറിയില്ല, പാസ്സായിട്ടുമില്ല, ആ മാർക്ക് കിട്ടിയിട്ടുമില്ല. ആലായി സ്കൂൾ SSLC ജയിക്കാതെ ലഡു കൊടുത്ത ഒരു വ്യക്തിയാണ്. SSLC ജയിക്കാതെ അതൊക്കെ അന്വേഷിച്ച് ചോദിക്കാൻ മതി. എന്റെ കൂടുതൽ പഠിച്ച എല്ലാരും ജയിച്ചത് ലഡു മുട്ടായി കൊടുത്തപ്പോ ഞാനും കൊടുത്ത് ലഡു. അന്നത്തെ സമയത്ത് 2007 ലഡു വാങ്ങി എല്ലാരും കൊടുത്ത്. എന്തിനോടുത്ത്? തോറ്റു മോനെ, തോറ്റിട്ട് കൊടുക്കുന്ന ലഡു കൊടുത്ത് ആരെങ്കിലും ഒക്കെ അറിയും. അങ്ങനെ തോറ്റു കൊടുത്തിട്ടുണ്ട്. 210 മാർക്ക് കിട്ടിയിട്ടുമില്ല. അത് ഏടെ SSLC-യില്. എന്നാ മൈ ലൈഫ് സ്റ്റൈലില് 2-10 നമുക്ക് കിട്ടും. എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടും. പക്ഷെ അതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഒരു 210 കിട്ടണ്ടേ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ കാറിന് പൈസ കൊടുത്തിട്ട് നമ്പർ 210 വാങ്ങി, 210 നമ്പർ വാങ്ങി. മൈ ലൈഫില് 210 ഞാൻ വാങ്ങി. SSLC-യിൽ എനിക്ക് 210 കിട്ടിയില്ലെങ്കിലും കളിയാക്കിയ ആളെ മുന്നിലേക്ക് എന്റെ കാറിന്റെ നമ്പർ ഞാൻ 210 ആക്കി മാറ്റി. അതാ ഞാൻ പറഞ്ഞത്, പടച്ചോൻ അന്ന് എനിക്ക് 210 തരാനേ നന്നായി, അത് ഭാഗ്യാണ്. ഇന്നും 210 തന്നത് നന്നായി, അത് ഗുണത്തിനാണെന്ന് പറഞ്ഞത്. ഒന്ന് നമ്മൾ ഒഴിവാക്കുന്നത് മറ്റൊന്ന് നല്ലത് അതിനെക്കാട്ടി തരാനാ. അന്ന് 210 212 മാർക്കറ്റ് കിട്ടി ഞാൻ പാസ്സാണെങ്കിൽ എന്റെ വീട്ടുകാരെന്നെ ഇനിയും തുടർന്ന് പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ലെവലിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും. അത് കിട്ടാത്തതിനെ കൊണ്ട് ഞാൻ നല്ല നാടൻ പണി കേട്ട് ടൈൽസിന്റെ പണിയും കൽപ്പണിയും സെൻട്രിങ് പണിയും പെയിന്റിങ് പണിയും പലതും എടുത്ത് ഗൾഫിൽ പോയി ഡ്രൈവർ പണി എടുത്ത് നാട്ടിൽ വന്ന് ഡ്രൈവർ പണി എടുത്ത് ഇന്ന് മൈ ലൈഫ് സ്റ്റൈലിലെ സ്റ്റെയറിംഗ് പിടിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ദൈവം തന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ഇതിന്റെ എക്സ്പീരിയൻസ് പറയുന്നത്. ഇതിൽ ഞാൻ എടുക്കുമ്പോൾ ഒരു വേറെ പ്രത്യേകത, പുതിയ ആളുകൾക്ക് വലിയ മോട്ടിവേഷൻ ഒന്നും കിട്ടിക്കണമെന്നില്ല. ഞാൻ മറ്റേ മൈ ലൈഫ് സ്റ്റൈലിന്റെ ABC ഞാൻ പഠിപ്പിക്കൂല. ഞാൻ ട്രെയിനർ അല്ല, ഞാൻ ട്രെയിനിങ് പഠിപ്പിക്കൂല. ഞാൻ അങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ വീവി ഇത്ര കയറിയാൽ 15% കിട്ടും, അങ്ങനെയാണെങ്കിൽ ആഴ്ച കണ്ടിന്യൂസ് വരുമാനം കിട്ടും, ഞാൻ പറഞ്ഞു തരൂല. അങ്ങനെയാണ് എന്നെ മോർണിംഗ് മീറ്റിലേക്ക് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ അപ്സത്താ വിളിച്ചേച്ചാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ വിളിക്കാൻ പറ്റാത്ത ഏറ്റവും മോശപ്പെട്ട കാലാവസ്ഥയിൽ ഒരാളെ നിങ്ങൾ വിളിച്ചിരുത്തി. പക്ഷെ ഈ മോശപ്പെട്ട കാലാവസ്ഥയിൽ കൂടിയാണ് ഞാൻ ഇന്ന് ആഴ്ചയിൽ വരുമാനം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ആളുകളോട് പറയുന്നത്, ഞാൻ ഒരു പക്കാ നാട്ടും പുറത്തുകാരാണ്, ഞാൻ നാടനാണ്. ഞാൻ സകല സ്ഥലത്തും പോയാൽ പറയുന്നത്, ഞാൻ എവിടെ പോയാലും, ഏത് കേരളത്തിൽ പോയാലും, മറ്റേ കേരളത്തിൽ പല ജില്ലകളിൽ പോയാലും, ഇപ്പൊ കണ്ണൂർ പോയാലും കാസർഗോഡ് പോയാലും തൃശ്ശൂർ പോയാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള നേരം നോക്കുകയാണെങ്കിൽ എവിടെയാണ് കുടുംബശ്രീന്റെ ഹോട്ടൽ ഉണ്ടെന്ന് ഞാൻ ആദ്യം നോക്കുക. 20 റുപ്യ 30 റുപ്യ കൊടുത്ത് ചോറ് തിന്നാൽ വല്ല കുടുംബശ്രീ നാടൻ ചോറ്, വലിയ ഹോട്ടലിൽ പോയില്ല. അതേമാതിരിയാണ് നിങ്ങൾ കോട്ടിട്ട് നോക്കണ്ട, ഈ നാടൻ ചോറ് എനിക്കെടുത്തൊരു തോരൻ വെച്ചതാണ്, അതാണ് കോട്ട്. ഞാൻ നാടനാണ്, ഫോട്ടോ വെച്ചാൽ വെറും നാടനാണ്. അപ്പൊ നാടനെ ഞാൻ പറയൂ, ഞാൻ പക്കാ നാട്ടുംപുറത്തുകാരനാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ അറിയൂ. അല്ലാതെ ഞാൻ ഈ സൈക്കോളജിസ്റ്റിന്റെ അവസ്ഥാന്തരങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ RTC ആയത്. ഞാൻ RTC ആയത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേറൂർ സാർ RTC ആയത് ചേറൂർ സാറാ പറയേണ്ടത്. ഉമ്മർ സാർ NTC ആയത് ഉമ്മർ സാറാ പറയേണ്ടത്. അയ്യൂബ് സാർ NTC ആയത് അയ്യൂബ് സാറാ പറയേണ്ടത്. അവരൊക്കെ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ കൂടെ വന്ന ആളുകളെ എന്നും സ്നേഹിക്കുക, കൂടെ നിർത്തുക. കൂട്ടത്തിൽ ഒരുത്തം പോലും പോകാൻ എനിക്ക് വേദനയാണ്. ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിന്റെ വില അറിയുള്ളൂ, കൂടി നിൽക്കുമ്പോഴേ വില ഉണ്ടാവുള്ളൂ എന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചു. അതുകൊണ്ട് കൂട്ടത്തിലുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോകും. ഒരാളോട് എനിക്കൊരു പ്രശ്നമില്ല. അത് എന്റെ ടീമായിക്കോട്ടെ, ആരെ ടീമായിക്കോട്ടെ, ഏത് ടീമായിക്കോട്ടെ, മൈ ലൈഫ് സ്റ്റൈലാണോ ഒരു തറവാടാണ്. ആ തറവാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുക. ടീമിനെ നോക്കിയിട്ട് ഓന്റെ പരം കൂടണ്ട, ഓൻ മറ്റേ ടീമാണ്, ഇവൻ മറ്റേ ടീമാണ് എന്നൊന്നും പറയുന്ന ഒരു പരിപാടിയില്ല. എനിക്ക് വിധിച്ചത് 2 മലന്റെ ഇടയിലാണെങ്കിലും എന്നിലേക്ക് തന്നെ എത്തും. എനിക്ക് വിധിക്കാത്തതിന്റെ 2 ചുണ്ടിന്റെ ഇടയിലുണ്ടെങ്കിലും എന്റെ പോകും. അതെനിക്ക് ഉറപ്പാണ്.
അത് നമ്മൾ പണ്ടേ പഠിച്ചൊരു വാക്കാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ലെവലിലാണ് ഞാൻ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ 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 എന്റെ കൂടെ വന്ന ആളുകൾ ഒന്ന് രണ്ടായി, രണ്ട് നാലായി, നാലെട്ടായി, അങ്ങനെ അങ്ങനെ ബിസിനസ് മെല്ലെ 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 ഡെവലപ്പ് ചെയ്ത് ഇന്ന് അൽഹംദുലില്ലാഹ് ഏകദേശം ഞാനടക്കം 56ഓളം TC എന്റെ ലീഡേഴ്സിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ച്, 4-5 STCകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ച്, ഒരു RTCനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച്. ഇന്നലത്തെ ക്ലോസിംഗിൽ തന്നെ 2-3 ആളുകൾ മിനി സീലിംഗ് അച്ചീവ് ചെയ്യാനും പെർഫോമൻസ് ബോണസ് അടിക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും വരാൻ തുടങ്ങി. ഇന്ന് മാസത്തിൽ ഏകദേശം 10 ലക്ഷം 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ബിസിനസ് കയറാൻ തുടങ്ങി. തുടക്കത്തിൽ ആഴ്ചക്ക് 400, 500, 1000, 2000, 5000, 10,000 തുടങ്ങിയ കളി ഇന്ന് മാസത്തിൽ 15 ലക്ഷം 20 ലക്ഷത്തിലൊക്കെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയായിട്ട് മാറാൻ എന്റെ അടുത്തുനിന്ന് ഒരു 100 രൂപ പോലും ഈ കമ്പനി വാങ്ങിയിട്ടില്ല. ഒരു 100 രൂപ പോലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. ഇന്ന് മാസത്തിൽ 15 ലക്ഷം 20 ലക്ഷത്തിന് കച്ചവടം ചെയ്യുന്ന മറ്റൊരു വിഭാഗം ഉള്ള ആളുകളാണെങ്കിൽ എത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ ആദ്യം ചിന്തിച്ചു നോക്കുക. 5 കൊല്ലം കൊണ്ട് ഇപ്പൊ മാസത്തിൽ 15 ലക്ഷം രൂപ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് പോലത്തെ സംഗതി എന്റെ കൈമേൽ എത്തിച്ചു തന്ന ഒരു പട്ടക്ക നമ്പർ ID നമ്പറാണ്. ആ ID നമ്പർ ഇന്ന് മാസത്തിൽ ലക്ഷങ്ങൾ കച്ചവടം കൊണ്ടുവരുന്നത്. 5 വർഷം കൊണ്ട് 15 ലക്ഷം ആണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് 40, 50, 1 കോടിയും 2 കോടിയും കച്ചവടം തരുന്ന ലെവലിലേക്ക് ഇത് മൾട്ടിപ്പിൾ ആണ്. ഇവിടെ പ്ലസ് അല്ല, 1+1+1+1 അല്ല, 1x2, 2x4, 4 മൾട്ടിപ്പിൾ ആണ് ഈ ബിസിനസ്. ഈ ലെവലിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? പുതുതായിട്ട് വന്ന ഒരുപാട് ആളുകൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതെങ്ങനെ ചെയ്യണം, ഇതങ്ങനെയല്ലേ, സോപ്പ് വിൽക്കലല്ലേ, പേസ്റ്റ് വിൽക്കലല്ലേ. എന്റെ അമ്മനോട് വന്നിട്ട് പറയണ്ടേ, ഷെറീന മോൻ സോപ്പും പേസ്റ്റും വിറ്റ് നടക്കുക, മോൻ JCB ടിപ്പറും ഒക്കെ സൈഡാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന്. എന്നാ ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ അന്ന് വിറ്റത് സോപ്പും പേസ്റ്റും അല്ല, ഞാൻ വിറ്റത് സ്കോപ്പും ഫ്യൂച്ചറും ആയിരുന്നു. അതുകൊണ്ടാണ് 6500ഓളം ആളുകൾ എന്റെ ഓർഗനൈസേഷനിലേക്ക് വരാൻ വേണ്ടി കാരണം. അപ്പൊ നിങ്ങൾ ഈ ബിസിനസ്സിനെ ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ച് ഏറ്റെടുത്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്ലൈന് വേണ്ടി ചെയ്യരുത്, ഒരാളെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് വെറുതെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് 10 റുപ്യ വരുമാനം കൊയ്യെടുക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുതരാണെങ്കിൽ അതിന്റെ പേരാണ് കടം, അല്ലേ? 10 റുപ്യ കൊയ്യെടുക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുതരാണ്ടെങ്കിൽ അതിന്റെ പേരാണ് കടം. എന്നാ നിങ്ങൾ കൊയ്യെടുക്കുമ്പോൾ 10 റുപ്യ നിങ്ങൾ അക്കൗണ്ടിൽ കയറുന്നുണ്ടെങ്കിൽ അത് മൈലേഷ്യൽ കൂടെ ആണെങ്കിൽ അത് കടല്ല, നിങ്ങൾ മുന്നേ പ്രവർത്തിച്ച് വെച്ചതിന്റെ ഇൻകമാണ്, നിങ്ങളുടെ ടീമിൽ നിന്ന് വരുന്ന സെയിൽസിന്റെ വരുമാനമാണെന്ന് ചിന്തിക്കാൻ എന്താണോ പറ്റുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു 10,000 രൂപ തന്നിട്ടാണെങ്കിൽ ഞാനത് നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ച അടുത്ത മാസവും ഞാനത് ചോദിക്കും. എന്റെ 10 റുപ്യ തരൂലേ? എന്നാ പ്രവീൺ സാർ ചോദിക്കൂല. പ്രവീൺ സാർ ഇല്ല, കഴിഞ്ഞ ആഴ്ച എന്റെ അക്കൗണ്ടിലേക്ക് ഒരു അറിയാതെ ഒരു 6000 കയറി ഞാൻ കൂടി തരുമോ? ചോദിക്കൂല. അത് നിങ്ങൾ എടുത്തു വെച്ച സെയിൽസ് ടേൺ ഓവറിന്റെ ബോണസാണ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി പറ്റൂ. നിങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നിങ്ങളെ ഈ ടീം സക്സസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോണിമീറ്റ് ആണ്. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇന്ന് മൈലേഷ്യയിൽ ഞാൻ അറിഞ്ഞിടത്തോളം AIG നടക്കുന്ന ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ വരുന്ന സക്സസ്, ഇതിൽ ഫുള്ള് സക്സസ് ആയിട്ടുള്ള ആളുകളാണ്. എനിക്കറിയാവുന്ന ഒരുപാട് ലീഡേഴ്സ് ഇതിലുണ്ട്. അഫ്സത്ത് മേഡായിക്കോട്ടെ, അഷറഫ് ദാരാണി സാർ ആയിക്കോട്ടെ, ഈ നമ്മളെ ചേറൂർ സാർ ആയിക്കോട്ടെ, ഉമർ ഉസ്താദ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. സുരേന്ദ്രൻ സാറുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. ഇവരൊക്കെ എനിക്കറിയാം. തുടക്കത്തിൽ ഞങ്ങളും ഇതേ കളരിയിലാണ് പയറ്റിയത്. തുടക്കത്തിൽ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് ഇതേ കളരിയിലാണ് ഞങ്ങളും കയറിയിട്ടുള്ളത്. അവിടുന്ന് വ്യതിചലിച്ചിട്ടാണ് ഇന്ന് നമ്മളും മോർണിംഗ് മീറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 8 മാസത്തോളമായിട്ട് ഞാൻ എന്റെ ടീമിന്റെ മോർണിംഗ് മീറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് അതിലുള്ള ഓർഗനൈസേഷനിലുള്ള ആളുകളൊക്കെ 50 ആളുകൾ, 60 ആളുകൾ, 70 ആളുകൾ, 80 ആള്, 90 ആള്, 100 ആള് എന്ന് പറഞ്ഞ് കയറാൻ തുടങ്ങി. ഇങ്ങനെ തുടക്കം കുറിച്ച സംഗതിയാണ്. പണ്ട് മീറ്റിംഗ് വിളിച്ച് 4 ആളെയും നളന്തയിൽ കാത്തു നിൽക്കുന്ന സമയം നമുക്കുണ്ടെങ്കിൽ 4 മണിക്ക് GTS തുടങ്ങും. 4 മണി മുതൽ പുറത്താണ്, 5:15 വരെ പുറത്താണ്, ആരും വിളിച്ചാൽ വരൂല. 6 മണിക്ക് ഇറങ്ങി കൺക്ലൂഡിങ് കഴിഞ്ഞ് പോരലുണ്ട്. ഇന്ന് ആരും വിളിക്കലില്ല. എന്നാലും എല്ലാ ആഴ്ചയിലും നടക്കുന്ന GTSൽ എങ്ങനെ പോയ ഒരു 15 ആളുകളിൽ കുറയാത്ത ആളുകൾ കോഴിക്കോട് GTS ഉണ്ടാകാറുണ്ട്. കൂടിക്കാണെങ്കിൽ അത് 30-40 ആവാറുണ്ട്. അത് മലപ്പുറത്തും അങ്ങനെ തന്നെയാണ്. താമരശ്ശേരിയിൽ ഇപ്പൊ ഇടക്കും തലക്കും ഒക്കെ ആയിട്ട് 4 ആളും 5 ആളും 6 ആളും 7 ആളും 8 ആളും 10 ആളായിട്ട് കയറി തുടങ്ങി. വടകരയിൽ കയറി തുടങ്ങി, പാലക്കാടിൽ കയറി തുടങ്ങി. കഴിഞ്ഞ ഒരു 10-11 ദിവസമായിട്ട് ഞാൻ നാട്ടിലില്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാട്ടിലെത്തിയിരുന്നത്. കഴിഞ്ഞ 10-11 ദിവസം ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയതിനെ കൊണ്ട് കർണാടകയിൽ ഹംപി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാനും സുമേഷ് സാറും വേറെ ആള് 3 ആള്.
അങ്ങനെ 12 ദിവസത്തോളം വീട് വിട്ടിട്ട് അവിടെ പോയിട്ട് ഇറങ്ങി വർക്ക് ചെയ്തിട്ടാണ് 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി തിരിച്ചു പോകാനും ഈ രീതിയിലൊക്കെ ബിസിനസ്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കയ്യിൽ കിടക്കുന്ന മുത്ത് അതൊരു മാണിക്യമാണ്, അത് പൊന്ന് വിളയിക്കുന്ന സാധനമാണ്. ആ 10 നമ്പർ ID എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണൽ ലവ് ചെയ്യണം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ, തിരിച്ചൊന്നും ഒരു ഉപാധിയും വെക്കരുത്. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങണം. പ്രോഡക്റ്റ് എല്ലാവരോടും പറയാൻ തുടങ്ങണം. പ്ലാൻ പറയാൻ തുടങ്ങണം. ഇതൊരു ലഹരിയാക്കി മാറ്റണം. അങ്ങനെ നിങ്ങൾ ലഹരിയാക്കി മാറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ലഹരികളായിട്ട് തിരിച്ചു വരും. ഒരുപാട് ആളുകൾ ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്ത ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ മൈസൂർ ട്രിപ്പ് അച്ചീവ് ചെയ്ത ആളുകൾ, അങ്ങനെ പല ട്രിപ്പുകളും വെച്ച ആളുകൾ, തായ്ലൻഡ് ട്രിപ്പിലേക്ക് നോക്കുന്ന ആളുകൾ. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൈലേജ് സ്റ്റൈൽ വരുന്നതിന് മുന്നേ നന്നായിട്ട് ട്രിപ്പ് പോകുന്ന ആളാണ്. ഞാൻ ടൂറിനെ ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ യാത്രനെ അതിയായി സ്നേഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ട് ഇനി യാത്ര പോകാമെന്ന് ചിന്തിക്കുന്ന ആളെ ജീവിതം കഴിഞ്ഞു പോകുമ്പോൾ അത് നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. എല്ലാം എന്റെ അടുത്ത് പൈസ എത്തിയിട്ട് വേണം എനിക്കൊന്ന് കാശ്മീർ കാണാൻ പറഞ്ഞാല് ഞാൻ ജന്മത്തിൽ ഞാൻ കാശ്മീർ കാണുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് വേണം മൂന്നാറിൽ 2 ദിവസം ഫാമിലി ആയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൂന്നാർ ഞാൻ പോകൂല. എല്ലാത്തിനുള്ളിൽ കൂടി ഫോണും സൈലന്റ് ആക്കി ഹൈഡ് ചെയ്തിട്ട് ഞാൻ എന്നോ പോക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മൈലേജിൽ വരുന്നതിന് മുന്നേ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മൈലേജ് സ്റ്റൈൽ വന്നിട്ട് ടൂർ പോകാൻ തുടങ്ങിയപ്പോഴാണ് നല്ല നല്ല ഹോട്ടലിൽ താമസിക്കാൻ തുടങ്ങിയത്. നല്ല നല്ല ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ പണം മുടക്കി പോവുകയാണെങ്കിൽ ചെന്നാ മസാല വാങ്ങും. ചിലപ്പോ കടലക്കറിയോ പരിപ്പിന്റെ കറിയോ ബുബൂസോ 2 ബട്ടറാനോ വാങ്ങിയിട്ട് അതിൽ മുക്കി കുത്തി തിന്നു. അവസാനത്തെ കറിയിലും അവസാനത്തെ കസറ്റ് വടിച്ച് ആ ഹോട്ടലിലെ ജീവനക്കാരി കേയ്യാൻ ചിലപ്പോൾ അത്ര പാത്രം ക്ലിയർ ആവും. അങ്ങനെ കുറച്ച് തിന്നു. കാരണം എന്താ, അടുത്ത പൈസ കൊടുക്കാണ്ടാവില്ല, ഒപ്പിക്കണം. 5 കിലോ പഞ്ചസാര വാങ്ങി എത്ര ആളുണ്ട് ഇതിൽ പുറത്തേക്ക്? നിങ്ങൾ സൽക്കാരത്തിന് വാങ്ങിയേ പറയണ്ട, നിങ്ങൾ കല്യാണത്തിന്റെ തലേന്ന് വാങ്ങിയേ പറയണ്ട. നിങ്ങൾ ഇപ്പത്തെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ സ്ഥിരമായിട്ട് ജീവിച്ചു പോകുന്ന രീതിയിൽ 5 കിലോ പഞ്ചസാര വീട്ടിൽ വാങ്ങി സ്റ്റോക്ക് വെക്കുന്ന എത്ര ആളുണ്ട്? 1 കിലോ വാങ്ങും, 2 കിലോ വാങ്ങും. ഏറിയാൽ ഒട്ടുമിക്ക ആളുകളും 5 കിലോ വാങ്ങിയാലും നമുക്ക് ചെലവാകും. പക്ഷെ 5 കിലോ നമ്മൾ വാങ്ങൂല. 5 കിലോ വാങ്ങിക്കുകയാണെങ്കിൽ മറ്റെന്തോ വാങ്ങാനുള്ള പൈസ തീർന്നു അല്ലേ? ചിലപ്പോൾ അരി വാങ്ങേണ്ടിയില്ല, ചിലപ്പോൾ പത്തിരി വാങ്ങേണ്ടിയില്ല, മൈദപ്പൊടി വാങ്ങേണ്ടിയില്ല. ഈ രീതിയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത്. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന രീതിയിലേക്ക് ഈ ബിസിനസ് നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങൾ അങ്ങനെ എന്നെ ഉറച്ച് വിശ്വസിക്കാതെ നിങ്ങൾ പണിയെടുക്കും. പണിയെടുക്കാതെ ഒന്നും കിട്ടൂല. പരിശ്രമശാലികൾക്കുള്ളതാണ് ഭൂമി എന്നുള്ളത് പഠിച്ചോൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അപ്പൊ അവർ പരിശ്രമിക്കാൻ തയ്യാറായി. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ എക്സ്പീരിയൻസ് തുടക്കക്കാർക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ പറയാം. ഞാൻ ഒരുപാട് കടബാധ്യതകൾ വന്നിട്ട് ഏകദേശം 55 ലക്ഷത്തോളം കടബാധ്യത വന്നിട്ട് ഈ ബിസിനസ്സിൽ വരുന്നതിന്റെ മുന്നേ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നടന്നിട്ടുള്ള ജീവിതമായിരുന്നു എന്റേത്. ഡെയിലി എന്ന് പറഞ്ഞോളം വീട്ടിൽ ബാങ്കുകാർ വരിക, ഫിനാൻസുകാരും പല രീതിയിലുള്ള ആളുകളും വന്നിട്ട് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്ന സിറ്റുവേഷനിലാണ് മൈലേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കൈമ കിട്ടുന്നത്. ഇന്നും എനിക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ട്. നിലവിലുള്ള ബാധ്യതകളുടെ ഒക്കെ ഒരു 60% എന്റെ കടബാധ്യത ഏകദേശം വീടി കഴിഞ്ഞു. ഏകദേശം 55 ലക്ഷം കടബാധ്യത നിന്നും ഏകദേശം 25-30 ലക്ഷത്തോളം കടങ്ങൾ വീടി കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് കടം 30-ന്റെയും 40-ന്റെയും മേലുണ്ട്. പക്ഷെ ഞാൻ മൈലേജിൽ ശേഷം ഉണ്ടാക്കിയ ചെറിയ കടങ്ങളാണ്. പുതിയ കടങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്റെ കാറിന്റെ ലോണാണ്, അല്ലെങ്കിൽ മറ്റുള്ളതിന്റെ ലോണാണ്. അതൊക്കെ മൈലേജും തന്നെ എടുത്തിട്ട് വീട്ടാൻ നിന്ന് പറ്റും എന്നുള്ള ഒരു 150% ഉറപ്പോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതിനെ കൊണ്ടാണ് എനിക്കത് കടം ഉണ്ടാകുന്നത്. അങ്ങനെ ഞാൻ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മധുരം ഇട്ടിട്ട് ചായ കുടിക്കാൻ പൂതിയായിട്ടുണ്ട്. മധുരം ഇട്ടിട്ട് ചായ കുടിക്കാൻ പൂതിയായ സമയം ഉണ്ടായിരുന്നു. ഇന്ന് മധുരം കുറയ്ക്കാൻ നോക്കുകയാണ്. അത് പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കുന്ന ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല മധുരം കുറച്ചത്. പഞ്ചസാര, ഈ പറഞ്ഞ പഞ്ചസാര 500 ഗ്രാം പോലും വാങ്ങാൻ എന്റെ കയ്യിൽ പണമില്ലാത്ത രീതിയിലുള്ള, അത് ഈ നൂറ്റാണ്ടിലാണ്. ഒരുപാട് കൊല്ലങ്ങൾക്ക് 10 കൊല്ലം മുന്നേ ഒന്നല്ല, ഒരു 6 കൊല്ലങ്ങൾക്ക് അപ്പുറത്തുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അതായത് 2017-18 ഞാൻ ജീവിച്ചത് എനിക്ക് ആ വർഷമേ ഓർമ്മയില്ല. 2017-18 മക്കളെ ബർത്ത്ഡേയോ എന്റെ വെഡിങ് ആനിവേഴ്സറിയോ ഒരു സംഗതി ഓർമ്മയില്ല. ആ 2 കൊല്ലം ഞാൻ എന്റെ കുടുംബത്തിലോ സുഹൃത്ത് ബന്ധത്തിലോ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല. കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. ഒരു സംഗതിക്ക് ഞാൻ പോയിട്ടില്ല. ഉള്ളത് എന്തെങ്കിലും തിന്ന് ജീവിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഞാൻ പല രീതിക്കും പോയിട്ട് ഞാൻ ഒരുപാട് ദിവസങ്ങൾ ഞാൻ പുറമെ നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കല്യാണം കഴിച്ച് മക്കള് 2 ആളുണ്ട്. ഈ 2 ആളെയും മക്കളെയും ഉമ്മനെയും ബാപ്പനെയും വെച്ച് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല ഒരുപാട് ചിന്തകൾ എന്നെ അലട്ടിയിട്ടുണ്ട് അന്നത്തെ കടം. ഇന്ന് ആലോചിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നല്ല സുഖം. ഇന്ന് പോട്ടിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. വേറെ ഒന്നുമില്ല. അങ്ങനെ അത്രയും ബുദ്ധിമുട്ട്
അത്രക്ക് ബുദ്ധിമുട്ട് പറയുന്നതിലപ്പുറം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ എന്നെയും എന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഇനി എന്റെ ഭാര്യനെയും പാടെ തടഞ്ഞു നിർത്തിയിട്ട് വരെ ഉണ്ട്. അന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് എന്താ പറയാ വാക്കുകൊണ്ട് കുത്തി നോവിച്ച് ഒരുപാട് വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞിട്ട് എന്റെ വൈഫിനെ പറഞ്ഞിട്ടുണ്ട്, ആൾ മധ്യത്തിലിട്ടിട്ടോ. അങ്ങനെ അത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചില്ല. അന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കാൻ വേണ്ടി കാരണം ഒന്ന് എന്റെ ഭാര്യയാണ്. കാരണം ഭാര്യ എന്നെ അത്രയും അധികം സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ എന്തൊക്കെ പ്രശ്നം വന്നാലും പിടിച്ചു നിന്നിട്ട് അത് പോട്ടെ, അടുത്തത് വരും, ഇന്നില്ലെങ്കിൽ ഇല്ല, നാളെ ഇനി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് അവള് മാറി നിന്ന് കരയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് വന്ന് ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയതാണ്. അതെല്ലാം നിങ്ങൾ വിചാരിക്കേണ്ട കോട്ടും സൂട്ടും ഇട്ടിട്ട് 2019 തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിഞ്ഞിട്ട് കൊണ്ട് ഇറങ്ങി വന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. ഇതിന്റെ മുന്നേ ഞാനൊരു നെറ്റ്വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. വേറെ ഞാൻ എന്റെ വിദ്യാഭ്യാസം ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതായത് ഇത് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാതെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്, ഞാൻ ചെയ്തത്. എന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എന്റെ കടബാധ്യത, കാരണം കോണിമ്പൽ അടിച്ചിട്ടാണെങ്കിൽ വാതിൽ തുറക്കാൻ എനിക്ക് മടിയാണ്. കർട്ടൻ നീക്കിയിട്ട് നോക്കണം ആരാണ് പുറത്ത്, ഇറങ്ങാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. നേരം വൈകിട്ടാണ് ഞാൻ പണ്ടേ ഞാൻ പുരയിൽ വരാറ്. നേരത്തെ ഞാൻ എണീച്ച് പോകും ചെയ്യും. കറക്റ്റ് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും ഞാൻ അധികം പുരയിൽ ഉണ്ടാവൂല. ഒരു 4-5 കൊല്ലം മുന്നത്തെ കേസാണെങ്കിൽ ഈ സമയത്തൊന്നും ഞാൻ പുരയിൽ ഉണ്ടാവില്ല. ഉറങ്ങാൻ എത്രയോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഒന്ന് ഉറങ്ങാൻ കഴിയണമെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ലെവലിൽ ഞാൻ ജീവിച്ച ഒരാളാണ്. കാരണം എന്റെ കുടുംബം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമല്ല. സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിന്റെ മകനാണ് ഞാൻ. ഉമ്മക്ക് വേറെ ജോലി കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹൗസ് വൈഫാണ്. ഏട്ടൻ ഓട്ടോ ഓടിക്കുന്ന ഒരു തൊഴിലാളിയാണ്. കോഴിക്കോട് കൊറ്റമ്മല് മേത്തോടത്തായം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓട്ടോ ഓടിക്കുന്ന ആളാണ്. പെങ്ങളെ കെട്ടിച്ചത് സാധാരണ ഒരു കൂലിപ്പണിക്കാർക്കാണ് കെട്ടിച്ചു കൊടുത്തത്. എന്റെ എല്ലാ ബിസിനസ്സും തകർന്ന് തരിപ്പണമായ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 100 രൂപ പോലെ എനിക്ക് കിട്ടിയിട്ട് കടം കിട്ടാൻ പറ്റൂല. ആകെയുള്ള ഒരു പ്രാർത്ഥന ഉള്ളതിനും ഈ ബിസിനസ് ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള പ്രാർത്ഥന, ചെയ്യുമ്പോഴും ഉള്ള പ്രാർത്ഥന, എന്റെ മരണം നടന്നിട്ടാണെങ്കിൽ എന്റെ മയ്യത്ത് വെക്കുന്ന സമയത്ത് എന്റെ കടം ഏറ്റെടുക്കാൻ ഒരാൾ ഉണ്ടാവണേ പടച്ചോനെ. ആ സമയത്ത് ചിന്തിച്ചതാ. ഇന്ന് കടം വന്നിട്ട് മരിപ്പിക്കല്ലേ എന്നാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അഥവാ എന്റെ മരണം കൊണ്ട് ആ മയ്യത്ത് വെക്കുന്ന സമയത്ത് ഇത്ര ലക്ഷങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു കുടുംബക്കാരനോ ഒരു ഏട്ടനോ ഒരു ഉപ്പയോ ഒരു ഉമ്മയോ ഒന്നും എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഉണ്ടാവരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് കഴിഞ്ഞ ദിവസങ്ങളെ ഇനി ആ സമയത്തൊക്കെ. എന്നാൽ അതിനൊക്കെ എത്രയോ ഇന്ന് എനിക്ക് പറയാൻ പറ്റും. ഇന്ന് ഞാൻ അഥവാ മരണപ്പെടുകയാണെങ്കിൽ എന്റെ വൈഫ് പറയും, ആ കടം ഞാൻ വീട്ടിക്കോളാം, എന്റെ കടം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ബിസിനസ് എന്നെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് ഈ ബിസിനസിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ സ്നേഹിച്ച് കാണാൻ ഈ ബിസിനസ് ചെയ്യും. 2,10,000 വന്നോളൂ, അത് വരും, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ RTC, NTC, CTC, ITC ഒക്കെ ആവും. നിങ്ങൾ ഇന്ന് ജീവിക്കും. നാളുകളെ കുറിച്ച് നിങ്ങൾ ആവോ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ മൈലൈഫ് ഇന്നത്തെ രാവിലെ എണീച്ചിട്ട് ഇന്ന് നിങ്ങൾ വീട്ടിൽ കയറുന്നതിന് മുന്നേ വളരെ മനോഹരമായിട്ട് നിങ്ങൾ അതിനെ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. നാളുകളിലേക്കുള്ള എനിക്ക് കൊണ്ടുതരും. ഇന്ന് എന്റെ ഇപ്പൊ 6,500 ആൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് RTC ആവുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എന്റെ ഐഡിയ അടിച്ചിട്ടുള്ളത്. ഇന്ന് എന്റെ കൂടെ 56ഓളം അച്ചീവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലീഡേഴ്സ് ഉണ്ടാവും. ഞാൻ ഒരുപാട് യാത്രകൾ ഈ ബിസിനസ് വഴി പോകുമെന്ന് വിചാരിച്ചിട്ടല്ല ബിസിനസ് ചെയ്തത്. ഇതൊക്കെ എന്നിലേക്ക് വന്ന് ചേർന്നതാണ്. ഈ ബിസിനസിന്റെ മഹത്വം കൊണ്ടും ഈ പ്രൊഡക്റ്റിന്റെ മഹത്വം കൊണ്ടും നമ്മുടെ ലീഡേഴ്സിന്റെ ഗുണം കൊണ്ടും നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഗുണം കൊണ്ടും എന്നിലേക്ക് വന്നു ചേർന്നതാണ്. അതിനെ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വന്ന് നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായി. ഇവിടെ തൊലിയുടെ നിറം നോക്കുന്നില്ലല്ലോ, ആണെന്ന് നോക്കുന്നില്ലല്ലോ, പെണ്ണെന്ന് നോക്കുന്നില്ലല്ലോ, വരുമാനം എല്ലാവർക്കും ഒരേപോലെ അല്ലേ. അപ്പൊ അതേപോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ പ്രശ്നങ്ങൾക്ക് നടുവിൽ ഞാൻ ഈ മൈലേജ് മുറുകെ പിടിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ചെയ്യാൻ എനിക്കൊരു എന്റെ നാട്ടില് ഞാനിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഞാൻ ജിമ്മിനൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകാറുണ്ട്. ഞാൻ എന്റെ നാട്ടില് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ 2 അടി നടന്നാലും ജിമ്മുണ്ട്. അങ്ങനെ ഒരുപാട് ജിമ്മുണ്ട്. പക്ഷെ ഞാൻ എന്റെ നാട്ടിൽ എപ്പോഴും ജിമ്മിന് പോകണം. ഞാൻ ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്താണ് ജിമ്മിന് പോകണം. കാരണം ഞാൻ അറിയുന്ന ആളുകൾ ഉണ്ടാവാതിരിക്കാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇന്നും ഞാൻ ഈ ലൈഫിൽ കാർ എടുത്തൊക്കെ ആണെങ്കിലും ഞാൻ തീർക്കേണ്ട ബാധ്യതകൾ തീർത്തോണ്ടിരിക്കുന്നെങ്കിലും ആളുകൾ കളിയാക്കിയാൽ, എന്നെ പറഞ്ഞിട്ട് ആളുകൾ ആ സഭയിലിട്ട് വഷളാക്കിയാൽ ഇന്ന് എനിക്കത് താങ്ങാൻ പറ്റൂല. ഞാൻ അതിനെ തരണം ചെയ്യും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്റെ നാട്ടിൽ കൂടെ ഞാൻ ബൈക്ക് എടുത്തിട്ട് പോകാൻ എനിക്ക് പറ്റാറില്ല. ബൈക്ക് എടുത്ത് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെല്ലാരും വണ്ടി ഓടിക്കുമ്പോൾ നേരെ നോക്കുക. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ 2 സൈഡിലെ പീഡിയയിലേക്കാണ് നോക്കുക. ഞാൻ കൊടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്.
അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ. എന്റെ ഒരു പെരുന്നാളിന് ഞാൻ ഡ്രസ്സ് വാങ്ങാൻ ഇന്ന് ഞാൻ പറയുമ്പോൾ തമാശയോട് ചിരിച്ചു പറയുന്ന സംഗതി, പക്ഷെ എന്റെ മക്കൾക്ക് നോക്കി വാങ്ങാൻ വെച്ച ഡ്രസ്സ് വാങ്ങാൻ ഞാനും എന്റെ വൈഫും എന്റെ ചെറിയ മോളും പാട് ഈ അടുത്ത് ഞാൻ ഇറങ്ങിയ സമയത്ത്, അന്ന് എന്റെ കടത്തിന്റെ മുന്നിലുള്ള ഒരാൾ വന്നപ്പോ ഷെഫീഖെ ഇജ്ജ് എവിടെയാണ്, എത്രയാണ് വിളിക്കുന്നത്, എന്നെ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളെ തെരഞ്ഞു നടക്കുകയും ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു 5000 എന്റെ കൈമലുണ്ട്, ബാക്കി ഞാൻ അടുത്ത മാസം തരാൻ, ഈ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. വൈഫിന്റെ കൈക്ക് നുള്ളിയപ്പോ ഞാൻ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു മിണ്ടരുത്, അന്ന് പറഞ്ഞ ഞാൻ തിരിച്ചിടാൻ വീട്ടിൽ കയറി പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭക്ഷണം, ഒരുപാട് ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കരഞ്ഞു പോയി, ഞാൻ തന്നെ കരഞ്ഞു, ഇവരൊക്കെ എനിക്ക് കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഗതി ഇന്ന് കാണുമ്പോൾ ശരി സാർ കോട്ടുണ്ട്, സൂട്ടുണ്ട്, കാറുണ്ട് അല്ലെ, ഇന്നെ തറാന്ന് നാട്ടുകാർ വിളിച്ചതിനെ കൊണ്ടാണ് ഞാൻ താറ് തന്നെ എടുത്തു. അതിനപ്പുറത്ത് ഒരു ഏറ്റവും ഉണ്ടാക്കില്ല, തറ ആയല്ല, അതുകൊണ്ടാണ് ഞാൻ താറെടുത്തത്. അങ്ങനെ തന്നെ ഞാൻ താറ് എന്ന് പറഞ്ഞ വണ്ടിന്റെ ഒരു ഡ്രീം വെഹിക്കിൾ അല്ല. ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാൻ ഒരു സമയം പോലും എന്റെ ടീമിലുള്ള ആളുകളോടും എന്റെ ഒരാളോടും ഞാൻ കാർ എടുക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എടുക്കുന്നു പറഞ്ഞ കാർ വേറെയാണ്, ആ കാറിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ നാട്ടിൽ ഓനക്കാരാണ്, ഓനക്ക് വെറുതെ പറ്റിക്കുക, ഓൻ ഉടായിപ്പാണ്, ഓനാളെ പറ്റിക്കാണ്, ഒരാളെ ചേർത്താണ്, ഫോട്ടോ സൂട്ടിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാണ്, ഓന്റെ പേരൊന്നും കൂടണ്ട എന്ന് പറഞ്ഞ വാശിക്കാണ് ഞാൻ വിചാരിച്ച കാരണം കാട്ടി 5 ലക്ഷം അധികമുള്ള കാർ ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിച്ചോൻ എനിക്ക് അനുഗ്രഹം തന്നത്. എടുത്തിട്ട് 3 അടവുകൾ അടിച്ച് 4ാമത്തെ അടവ് അടച്ച് ഈ രീതിയിലായി. അത് മൈലേജ് ചെയ്ത് എന്നെ എടുത്തിട്ടാണ് അടയ്ക്കുന്നത്. വേറൊരു സ്ഥലത്തുനിന്ന് ഇപ്പൊ കടത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കടത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എവിടുന്ന് കടം വാങ്ങാന്നുള്ള ചിന്ത അല്ല ഇപ്പൊ എന്റെ അടുത്ത്. കടത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മാസം വരുമാനം എങ്ങനെ കൂട്ടാമെന്ന് ചിന്തിച്ചാൽ ബിസിനസ്സിൽ ഇറങ്ങുന്നത്. അതിനുവേണ്ടി എത്ര ആളുകളെ കാണണം, എത്ര ആളുകൾക്ക് ഞാൻ വരുമാനം വാങ്ങി കൊടുക്കണം എന്നുള്ള ലെവലിലേക്ക് ഞാൻ എന്റെ ബ്രെയിനിന്റെ ന്യൂറോ പാതകളെ വയറിംഗ് സെറ്റിനെ ഞാൻ മാറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ് നിങ്ങൾ അത്ഭുതപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൈഫിൽ അത്ഭുതപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരു അത്ഭുതമായിട്ട് മാറണം. അങ്ങനെ അത്ഭുതമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കണം. നിങ്ങൾ വെറുതെ അഭിനയിച്ചാൽ പറയണ്ട, ആക്കാം നോക്കാം എന്നുള്ള വാക്കിലല്ല നിങ്ങൾ ഇതിനെ ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇൻസ്പയർ ആവുന്ന രീതിയിലുള്ള ഒരുപാട് ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഞാനൊക്കെ എന്റെ ഈ കടത്തുനിന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കടബാധ്യത ഇല്ലാതെ ബിസിനസ് വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകളില്ലേ. അവരുടെ ഗുണം എന്താണെച്ചാണെങ്കിൽ അവർക്ക് കടമില്ലാത്തതേക്ക് ഗുണം. ചില ആളുകൾ എഞ്ചിനീയർ ചെയ്യുന്നില്ലേ അവരുടെ വിദ്യാഭ്യാസം കൊണ്ട്, ഡോക്ടേഴ്സ് ചെയ്യുന്നില്ലേ അവരുടെ അറിവ് കൊണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ അറിവ് അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. നിങ്ങളെ കഴിവ് എന്താണോ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നിങ്ങൾ വേണ്ടത്. എനിക്ക് പറ്റൂല, എനിക്ക് കഴിയൂല, നമ്മളെ തന്നെ വിലയിരുത്തുക. എനിക്കത് പറ്റില്ല. ആദ്യം നമ്മളെ വിലയിരുത്തി എനിക്ക് പറ്റൂല എന്നുള്ളത്. നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങളുടെ ടീമിനെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചിന്ത പിന്നെ അടുത്തത്. എന്നെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളെ കൊണ്ട് എന്താ പറ്റായി? നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിവില്ലേ? എനിക്ക് എന്നാലും ഇങ്ങനെ സംസാരിക്കാൻ കഴിവില്ലേ? ഞാൻ സംസാരിക്കുന്ന ഭാഷ എന്നൊക്കെ ഒഴിഞ്ഞു മാറില്ലായിരുന്നു. എന്റെ ടീമിൽ വന്ന് എന്റെ അസോസിയേറ്റ് സംസാരിക്കാൻ വേണ്ടി കയറ്റിയിട്ട് ഞാൻ നടന്നതിൽ കാർ എടുക്കണം പറഞ്ഞിട്ട് എന്റെ ഫോൺ സൈലന്റ് ആക്കി പിടിക്കാണ് ഞാൻ. GTS കഴിഞ്ഞിട്ടാണ് ഈ ലെവലിൽ നിന്നൊരാളെയാണ്. 4 ആളെ കണ്ടുകാണെങ്കിലും മുട്ടുകാല് വെല്ലടി ഈ രീതിയിൽ നിന്നൊരാളായാണ്. എന്നാ അവിടെ വരുമാനം വരാൻ തുടങ്ങിയപ്പോ 4 ആളെ കണ്ടുകാണെങ്കിൽ 8 ആളുണ്ടെങ്കിൽ എന്നുള്ള ലെവലിൽ മുട്ട് നേരെ അങ്ങനെ നിൽക്കണം. വരുമാനം വരണം, പണിയെടുക്കണം. നമ്മളെ ബിസിനസിന്റെ ഷട്ടറാണ് വായ. ഈ വായ തുറന്നാൽ ബിസിനസ് വരും. വായ എപ്പോഴും വായിട്ട് അലക്കലല്ല കച്ചവടം അല്ലെ. സെല്ലിങ് ഈസ് നോട്ട് എ ടെല്ലിങ്. വായിട്ട് അലക്കലല്ല കച്ചവടം. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാണെങ്കിൽ നിങ്ങളെ കൊള്ളേക്ക് വരുമാനം വരും. ഷുവർ. ഇന്ന് 100 രൂപയാണ് കിട്ടിയെന്നെങ്കിൽ എനിക്ക് വളരെ ഹാപ്പിയാണ്. ഇന്ന് എന്റെ ആഴ്ചയിലെ വരുമാനം 100 രൂപയാണെങ്കിലും വളരെയധികം സന്തോഷമായിരിക്കും. 1000 ആണെങ്കിലും സന്തോഷമാണ്, 10000 ആണെങ്കിലും ഒന്നുമില്ലെങ്കിലും എനിക്ക് സന്തോഷം. അടുത്ത ആഴ്ച കിട്ടല്ലോ എന്നുള്ളത്. ഒരു പണിയില്ലാത്തവർ അടുത്ത ആഴ്ച പണി ഉണ്ടോ എന്ന് തന്നെ അറിയും. നമ്മുടെ അടുത്ത ആഴ്ച വരുമാനം വരും. ഈ രീതിയിൽ നിങ്ങൾ പണിയെടുക്കി. 2 കൊല്ലം ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്നില്ലേ? ഇവിടെ സ്വന്തം മോളെ കുളിപ്പിക്കാത്ത, മക്കളെ കുളിപ്പിക്കാത്ത, അവിടെ അറബിന്റെ മക്കളെ പോയി കുളിപ്പിക്കുന്നില്ലേ? ഇവിടെ മൈലേഫ് ചെയ്യാൻ അറിയില്ല. നാളെ പോയിട്ട് നിങ്ങൾക്ക് അറബി അറിഞ്ഞിട്ട് ആദ്യത്തെ ഗൾഫിൽ പോണത് എന്ത് സംസാരിക്കാറുണ്ടാ? ഇന്നൊക്കെ ഹൈവാൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ചിരിച്ചിട്ട് ശരി എന്നിട്ട് കേട്ടിട്ടുണ്ട് പണ്ട്. ഹൈവാൻ കുമാർ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മളങ്ങനെ ഭയങ്കര ഇതാക്കുമ്പോൾ ശരികളാണ് വണ്ടി. അങ്ങനെ ചിരിക്കും, വണ്ടി ഇങ്ങനെ ഓടിച്ച് ഹൈവാനൊന്നും പഠിച്ച് എന്താന്നുള്ളത് ഗൈതാന്നാ വിളിക്കുന്നത്. ഗൈതേന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചിരിച്ചു കൊടുക്കുക. എന്നാ ഇവിടെ ചെയ്യാൻ അറിയില്ല അനുഭവത്തിലേക്ക് ഓടിയിട്ട് വീട്ടിൽ കയറലല്ല. നിങ്ങളെ വരുമാനം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം. നിങ്ങളെ കുടുംബത്തോട് നിങ്ങൾക്ക് ബാധ്യത ഉണ്ടോ? നിങ്ങളെ തണലിലാണോ നിങ്ങളെ കുടുംബം കഴിയുന്നത്? നിങ്ങൾ ഇറങ്ങി പണിയെടുക്കും. മറ്റൊരാളുടെ തണലിലാണോ നിങ്ങളെ കുടുംബം മുന്നോട്ട് പോണത്? നിങ്ങൾ പണിയെടുക്കൂല, ആരും പണിയെടുക്കൂല. അതാണ് പ്രശ്നം. എന്റെ കുടുംബം എന്റെ തണലിലാണ്. ആ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ ഐഡിയ അടിച്ച ആളുകൾ ഇന്ന് ആ ഐഡിയ അടിച്ച ആ ഐഡിയ നോക്കി വർക്ക് ചെയ്യണ്ട. നിങ്ങളെ ഒരു ഷീറ്റ് ഇട്ടിട്ട്, അതായത് ഒരു ലിസ്റ്റ് എഴുതിയിട്ട് ആ ലിസ്റ്റ് എഴുതി നിങ്ങൾ വർക്ക് ചെയ്യും. ആ ലിസ്റ്റിലുള്ള ആളുകളെ കാണി, സംസാരിക്കും, ലീഡേഴ്സിനെ കൊണ്ടുപോകേണ്ടടുത്തൊക്കെ ലീഡേഴ്സിനെ കൊണ്ടുപോയി, ലീഡേഴ്സിനെ കണക്ട് ചെയ്യുന്നിടത്ത് കണക്ട് ലീഡറെ കണക്ട് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സക്സസ് ആവും. ഇതൊന്നും വെറുതെ കയറിയിട്ട് 2,16,000 കിട്ടിയിട്ട് വർത്താനം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2,16,000 കിട്ടിയിട്ടില്ല. എനിക്ക് ആഴ്ചയിൽ എന്റെ ഏറ്റവും ടോപ്പ് വരുമാനം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 50,000 രൂപ, 51,000 ചില്ലറക്കാണ് ഒരാഴ്ചയിൽ ഏറ്റവും അധിക വരുമാനം വന്നത്. മാസത്തിൽ എനിക്ക് ഏറ്റവും ടോപ്പ് വരുമാനം എന്ന് പറഞ്ഞാൽ 1,50,000 വരെ വന്നിട്ടുണ്ട്. എല്ലാ മാസം 1,50,000 ചോദിച്ചാൽ 1,50,000 ഇല്ല. എന്നാൽ എല്ലാ മാസവും ഒരു 75,000 80,000 ഒന്നും പോയാത്ത വരുമാനം ഇപ്പൊ ഞാൻ വാങ്ങുന്നുണ്ട്. കിട്ടിയില്ലേ? 10ാം ക്ലാസ് 12 കൊല്ലം കൊണ്ട് പഠിച്ചാക്കുന്ന 80,000 ഉണ്ടെങ്കിൽ എന്റെ കൂടെ പഠിച്ച ഒരൊറ്റ ശമ്പളം ഇല്ല. എന്റെ കൂടെ പഠിച്ച ഒരൊറ്റ താറ് എന്ന് പറഞ്ഞ വണ്ടിയില്ല. ഷിഫ്റ്റിന്റെ മേലോട്ട് റെഡിന് ഒരു കാറില്ല. ഈ ലെവലിലുള്ള ലെവലിൽ എനിക്കിത് കിട്ടിയില്ലേ? എനിക്ക് ഇനി അടുത്ത 2 കൊല്ലം കൊണ്ട് 1.5 3 3.5 4 ആക്കാൻ പറ്റൂലേ? ആക്കാൻ പറ്റുമോ? പറ്റൂല. ഇപ്പൊ മെല്ലെ മെല്ലെ ലിവഗൈനൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുള്ളവർക്ക് വല്ലാതെ ഗ്യാസ് കയറിയിട്ടുണ്ട് ഒരാൾക്ക്. എന്തുകൊണ്ടാണ് ഗ്യാസ് കയറിയത് എനിക്കറിയില്ല. ഒരാൾക്ക് മൂലക്കുരും വന്നിട്ടുണ്ട് പോലെ. എന്തായാലും വേണ്ടില്ല. ഏതായാലും ഞാൻ പറയുന്നത് അതാണ്, നിങ്ങൾ ശക്തമാണെങ്കിൽ നയിക്കാൻ കെൽപ്പുള്ളവന്റെ കൂടെ ടീം ഉണ്ടാവുള്ളൂ. കപ്പിത്താൻ നല്ല സ്ട്രോങ് ആവണം. ഈ ലെവലിലാക്കി നിങ്ങൾക്ക് ടീമും ഉണ്ടാവും. ഞാൻ നല്ല സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്. ഈ രീതിയിൽ അങ്ങോട്ട് നിന്നാ മതി. നിങ്ങൾ ആദ്യമേ പറയില്ലേ നിങ്ങൾക്ക് വാല്യൂ ഇല്ല, എന്നെ കൊണ്ട് പറ്റൂല കഴിയൂല എന്നുള്ളത്. അതുകൊണ്ട് അഫ്സത്ത, ഇന്നത്തെ മീറ്റിംഗിൽ എനിക്ക് തോന്നുന്നത് ശരിക്കും നിങ്ങളെ സ്ഥിരമായിട്ടുള്ള മീറ്റിംഗിൽ 500 ആളുകളൊക്കെ ഉണ്ടാകലുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഞാനായതുകൊണ്ട് ഞാൻ പറ്റുള്ളൂ. ഉള്ളവരിറങ്ങി പോവുകയും ചെയ്യും. കാരണം നിന്റെ വാക്ക് ഇങ്ങനെയാണല്ലോ. നിങ്ങൾ ചിലപ്പോൾ നല്ല ട്രെയിനിങ് വെല്ലി സാറിന്റെയും ബിജു ബി കെ സാറിന്റെയും റമീസ് സാറ്, അയ്യൂബ് സാറ്, സാഹിർ സാറിനെ പോലത്തെ പ്രഗത്ഭരായ ആളുകളുടെ ടീമിലാണ് നിങ്ങൾ. ഞാൻ അങ്ങനെ തന്നെ പറയാണ്, പ്രഗത്ഭരായ ആളുകളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അയ്യൂബ് സാറും ചെറൂർ സാറും ഉമർ ഉസ്താദും എല്ലാ ആളുകളും. ഞാൻ ഒരു അകന്നു നിന്നാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആളുകളുണ്ടാവും അല്ലേ? മനസ്സുകൊണ്ട് അടുപ്പുള്ള ആളുകൾ നമ്മൾ അകന്ന് മറ്റൊരു ടീമിലാണ് ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവും. അത്രയും ലെവലുള്ള ആളുകളാണ് ആ ടീമിലാണ് നിങ്ങൾ ഓരോ ആളുകളും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് നിന്നോളി. ഞാൻ അയ്യൂബ് സാർ നാഷണൽ ടീം കോർഡിനേറ്ററും 2,10,000 അച്ചീവ് ചെയ്ത സീലിംഗ് അച്ചീവറാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോ ഉമർ ഉസ്താദ് ഇല്ല. ഞാൻ ബിസിനസ്സിൽ വന്ന് 6 മാസം കൊണ്ടാണ് ഉമർ ഉസ്താദ് വന്നത്. ഇന്ന് CTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് പോകുന്നു. ഞാൻ ഈ ബിസിനസ് അഷറഫ് ദാരാനി സാറില്ല, ഇന്ന് RTC NTCയിലേക്ക് പോകുന്നു. ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോ ചെറൂർ സാറില്ല, ഇന്ന് RTC NTCയിലേക്ക് പോകുന്നു. അതായത് ആദ്യം വന്നവനും കയറി പോണ ബിസിനസ് അല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അർഹതപ്പെട്ടാണെങ്കിൽ ഇന്ന് ഐഡിയ അടിച്ച ആള് നാളെ 1 2 കൊല്ലം കൊണ്ട് NTC ആവാനൊന്നും വലിയ പണിയില്ലേ. നിങ്ങൾ ആത്മാർത്ഥത്തോടു കൂടി നിക്കി. നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴത്തേക്ക് വരി നിങ്ങൾ വിട്ടുപോയല്ലേ. നിങ്ങളെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകളല്ലേ. നിങ്ങളോട് കുറെ ആളുകൾ നെഗറ്റീവ് പറയുന്നില്ലേ? നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഒരുപാട് ആൾ പ്രൊഡക്റ്റിന് വില കൂടുതലാന്ന് പറഞ്ഞില്ലേ? നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഒരുപാട് ആൾ ഓൺലൈനിൽ സാധനം കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളോട് മാത്രം പറയണതാണ്. ഈ പറഞ്ഞ ആൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും ബിസിനസ്സിൽ ഒന്നുകൂടെ പോകും. നിങ്ങൾ പ്ലാൻ കിട്ടുന്ന എല്ലാവരും ബിസിനസ്സിലേക്ക് വരിക. അങ്ങനെ ചിലപ്പോൾ പെട്രോൾ പമ്പിൽ ആൾക്കാർക്ക് വന്നാൽ പെട്രോൾ അടിക്കാൻ ആരെയും ഉണ്ടാവുമോ? ഹോട്ടൽ ആൾക്കാർ വന്നാൽ ഹോട്ടലിൽ ആരെയും ഉണ്ടാവുമോ? എല്ലാവരും മൈലേജിലേക്ക് വന്നാൽ കുറച്ചാൾ ആദ്യം വേണം. അതൊക്കെ മുന്നോട്ട് പോകണ്ടേ? നിങ്ങൾ പ്ലാൻ കൊടുത്ത ആൾക്കാർ നമ്മളെ കൂടെ വരണോ? ഒരാൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഞാൻ പണ്ട് ഉമർസ്താ പ്ലാൻ തന്നെ അന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഷെഫീഖ് സാർ പറയാൻ പോയത് പറയൂ. ഷെഫീഖ് സാർ പ്ലാൻ കൊടുത്താൽ നിങ്ങളെ വരും. ഇത് അങ്ങനെയാണ് ഈ ബിസിനസ്. കഴിയുന്നത് നിങ്ങൾ ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നാൽ നിങ്ങളെ പൊരലിലുണ്ടാവും. എന്റെ ഭാഷ നിങ്ങളെ പൊരലിലുണ്ടാവും. നിങ്ങളെ പൊരലിലുണ്ടാണെങ്കിൽ നിങ്ങൾ എന്തേ പറയാം, അന്നോ എന്റെ അമ്മായിന്റെ പോലെ ഞാൻ ഓന്റെ പരം പോയി. ഞങ്ങൾ അമ്മായിന്റെ പരം കൊണ്ടുവന്നതല്ല, എന്റെ പരം വന്നു പോയത്. അതേപോലെയാണ് ഉണ്ടാകുക. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചോളി. പ്രവർത്തിച്ചാൽ പൈസ നിങ്ങൾക്ക് കിട്ടും. ഓനൊരു 10,000 രൂപ കിട്ടും, എനിക്ക് 1,200 കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടേണ്ട പൈസയാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ ഇറങ്ങി പ്ലാൻ പറഞ്ഞോളി. മടിച്ച് നിൽക്കണ്ട. ഇടിച്ച് നിന്നോളി, പിടിച്ച് നിന്നോളി. കയറി പോകാം. മടിച്ച് നിന്നാൽ മാറിപ്പോകും അല്ലേ? മാറ്റത്തിനനുസരിച്ച് മാറാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ആ മാറ്റം നമ്മളെ മാറ്റിക്കളയും. ഞാൻ മാറ്റത്തിനനുസരിച്ച് തയ്യാറായി. മാറ്റം മാറ്റി കളയൂല. ഇന്ന് കൂടെ ഇന്ന് അതിനു വേണ്ടി തയ്യാറായിക്കോളി. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് മൈലേജ് ചെയ്യാനുള്ള ടെക്നിക് ഒന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഇതെങ്ങനെ ചെയ്താൽ ഇങ്ങനെ 2 വാങ്ങാം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലീഡർ ആവാം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവാന്നുള്ള ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങനെ RTC ആയി, ഞാൻ RTC ആവുള്ള ഗുണം എന്താണ്, എന്റെ കഥാണ്. എന്നെ അത്രയും കുത്തി നോവിച്ച വേദന വാക്കുകളുണ്ട്.
കുടുംബത്തിൽ ഒരു പരിപാടിക്ക് വിളിക്കാത്ത ആളുകളുണ്ട്. സ്വന്തം ഉമ്മന്റെ അനിയത്തിന്റെ മോന്റെ കല്യാണത്തിനോട് പറയാത്ത വേദനയ്ക്കുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ വെറുതെ ഏതോ വകയിലുള്ള ഏതോ അനിയനല്ല, എന്റെ സ്വന്തം ഉമ്മാന്റെ അനിയത്തിന്റെ മോന്റെ കല്യാണത്തിനോട് പറഞ്ഞില്ല. ഇപ്പൊ വൈകുന്നേരം വാട്സപ്പ് എടുക്കുമ്പോൾ മഞ്ഞ കല്യാണത്തിന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാനത് കണ്ടത്. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് അന്ന് എന്നോട് പറയാത്തത് നന്നായി. അന്ന് എന്നോട് പറഞ്ഞിട്ടാണെങ്കിൽ അതിന് കൊടുക്കാനുള്ള പൈസ എന്റെ അടുത്തില്ലേ ഇനി. അതിനെ കൊണ്ടാണ് പഠിച്ചവൻ അത് മാറ്റി. ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നു. അന്ന് ചിന്തിച്ച അതല്ല. വേദന ഉണ്ട്. ഇങ്ങനൊക്കെ പറയുകയാണെങ്കിലും ഞാൻ എന്റെ വാക്കുകൾ മറിക്കാട്ടാ. ഞാൻ അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു. അതുകൊണ്ട് ആ വിഷമങ്ങൾ മനസ്സിലാക്കണം. ഞാനും എന്റെ വൈഫും മക്കളും പങ്കെടുക്കാത്ത ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരുപാട് 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 പ്രശ്നങ്ങളിൽ കടഞ്ഞെടുത്തൊരു വിത്താണ് ഇന്നത്തെ RTC ഷെഫീഖ് പാലായി. നാളെ ഇന്ന് RTC ഷെഫീഖ് പാലായി ആണെങ്കിൽ ഞാൻ ഒറ്റ വാക്കുമാണ് പറയാണ്, ചരമകോളത്തിൽ വരെ പേര് വരിടാ അന്റെ എന്നോട് പറഞ്ഞ ആളുണ്ട്. അന്റെ ഫോട്ടോ ഒക്കെ ചരമകോളത്തിൽ നമ്മൾ വായിക്കേണ്ടിരടാ, അന്റെ ആത്മഹത്യ നമ്മൾ കാണേണ്ടിരടാ എന്ന് പറഞ്ഞ ആളുണ്ട്. എന്റെ പടത്തോൻ എനിക്ക് എന്താ ചെയ്തെന്ന് അറിയോ? ആ പറഞ്ഞ ആള് മുടി വെട്ടാൻ പോയപ്പോ ബിസിനസ് മാസികയിൽ എന്റെ ഫോട്ടോ വരുത്തി കൊടുത്തു. ബിസിനസ് മാസികയിൽ അപ്പൊ മുടി വെട്ടാതെ അവിടെ ഇറങ്ങിപ്പോയി ഞാൻ കേട്ടത്. ഈ രീതിയിലൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ചരമകോളത്തിൽ പേര് വരണമെന്ന് ആഗ്രഹിച്ച ആളുകളെ ബിസിനസ് മാസികയിൽ എന്റെ പടച്ചവും കൊണ്ടു തന്നിട്ട് എനിക്ക് എത്ര കടം തന്നാലും അത് എന്റെ സന്തോഷത്തിനാണ്. ഞാൻ നാളെ സന്തോഷിക്കാനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത്. ഇതിലൊരു മടിയോ കർത്തവനോട് ജാതിയോ, എന്റെ ജാതിയല്ല, എന്റെ മതമല്ല, ഒന്നിൽപ്പെട്ടവനല്ല എന്ന് ഒരു എല്ലാവരും എന്റെ സഹോദരന്മാരായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചിട്ടുള്ള നമ്മളെ അഫ്സത്താബും, അതേപോലെ MC ചെയ്തിട്ടുള്ള നമ്മളെ സലാഹുദ്ദീൻ സാറും, അതുപോലെ തന്നെ ഈ ബിസിനസ്സിലുള്ള ഒരുപാട് ഒരുപാട് വലിയ ലീഡേഴ്സിന്റെ പേരുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ലീഡേഴ്സിനും ഒക്കെ ഇതുവരെ എന്നെ കേട്ടിരുത് എന്റെ വാക്കൊന്ന് എന്തെങ്കിലും വിഷമിക്കുന്ന രീതി നിങ്ങളിലേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാനൊരു ട്രെയിനർ അല്ല, ഞാനൊരു ട്രെയിനിങ് കപ്പാസിറ്റി ഉള്ള ആളല്ല ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വന്നിട്ടാണ് നാലാളോട് സംസാരിക്കാൻ തുടങ്ങിയത്, ഒക്കെ കോട്ടിടാൻ തുടങ്ങിയത്. കോട്ടിനോടും സൂട്ടിനോടും ഷൂവിനോടും ഒക്കെ വെറുപ്പുള്ള ഒരാളായിരുന്നു. ഇന്ന് കോട്ടും സൂട്ടും ഷൂ ഒക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും, എന്റെ മക്കള് ഒന്നുമില്ല, എന്റെ മക്കള് പാപ്പ ഞാൻ ഇന്ന ഫുഡ് എനിക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ വളർത്തിയിട്ടുള്ള ഈ ബിസിനസ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പൊ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.